പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 25-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക്, 4ാമത്തെയും അവസാനത്തെയും ശനിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം വചനം. ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 31 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കയില്ല, നശിപ്പിക്കയില്ല. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തന്റെ നിയമം മറക്കുകയുമില്ല. വയോവൃദ്ധനായ മോശ ഗോത്രപിതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി തങ്ങൾ വന്ന വഴികളെക്കുറിച്ച് അവരോട് പങ്കുവെക്കുന്നു. തന്നിൽ കൂടെ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച നാൾ മുതൽ നാൾ വഴിയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. അങ്ങനെ ദൈവം തന്നോട് പറഞ്ഞത് പ്രിയപ്പെട്ട അടുത്ത തലമുറയോട് പറയുകയാണ്: നിങ്ങൾ ദേശത്ത് ചെന്ന് മക്കളും അവരുടെ മക്കളും ഒക്കെയായി സന്തോഷത്തോടെ പാർക്കുമ്പോൾ നിങ്ങളെ നടത്തിയ കൊണ്ടുവന്ന ഇസ്രായേലിന്റെ പരിശുദ്ധരായ ദൈവത്തെ നിങ്ങൾ മറന്നു കളഞ്ഞാൽ നിങ്ങൾ ആ നാട്ടിൽ വെച്ച് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. മാത്രമല്ല, എന്നെ വിട്ട്, അതായത് ഇസ്രായേലിന്റെ പരിശുദ്ധരായ എന്നെ വിട്ട് നിങ്ങൾ മൂകവിഗ്രഹങ്ങളെ, അന്ധവിഗ്രഹങ്ങളെ, ബദിരവിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ ഞാൻ നിങ്ങളെ തകർത്തു കളയും. നിങ്ങൾ ദേശത്ത് ശുഷ്കിച്ചു പോകും. അങ്ങനെ നിങ്ങൾ എന്റെ കോപത്തിന് പാത്രീഭൂതരാകും. എന്നാൽ ഇവയൊക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ നിലവിളിച്ച് എങ്കിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാ. ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ്, അതെ, ഞാൻ നിങ്ങളെ നശിപ്പിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളോട് കരുണ തോന്നുന്ന ദൈവം തന്നെയാണ്. കാരണം നിങ്ങളുടെ പിതാക്കന്മാരോട് നിയമം ചെയ്തത് ഞാൻ മറക്കാതെ നിവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുത്തൻ വർഷത്തിന്റെ 1ാമത്തെ മാസവും പിന്നിടുവാൻ വെറും വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിൽ നിന്നും അനവധി അനുഗ്രഹങ്ങൾ, നന്മകൾ നാം പ്രാപിച്ചിട്ട് നമ്മുടെ കാര്യം നടന്നു കഴിയുമ്പോൾ ദൈവത്തെ മറക്കുകയും പ്രാർത്ഥന വിട്ടുകളഞ്ഞു പോവുകയും ആരാധന മുടക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ വന്ന വഴികളെ മുഴുവനും മറക്കും. പിന്നെ നമ്മൾ മിടുക്കരായി നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും കൊണ്ട് നാം നേടി എന്നുള്ള നിലയിൽ ജീവിക്കും. എന്നാൽ അതല്ല, ദൈവം നമ്മെ ഓർമ്മിപ്പിക്കത്തക്കവണ്ണം ദൈവിക കോപം നമ്മുടെ മേൽ അടിക്കാതിരിക്കുവാൻ നാം വന്ന വഴി മറക്കാതെ ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ല, കുറവ് സംഭവിച്ചുവെങ്കിൽ, വീഴ്ച പറ്റിയെങ്കിൽ നിരുപാധികം മാപ്പ് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി മടങ്ങി വന്നാൽ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമാ. നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ, വാഗ്ദത്തത്തെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. ഇന്ന് 2025 ജനുവരി 25 ശനി നാം കണ്ടതും നാളിതുവരെ അനുഭവിച്ചതും നമ്മുടെ കഴിവും മിടുക്കും വിശുദ്ധ ജീവിതം കൊണ്ടും ആത്മീയ ജീവിതം കൊണ്ടും ഒന്നുമല്ല,
നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത നിയമത്തിന്റെ ഉടമ്പടിയുടെ അനന്തര ഫലമാണ്. കാരണം വാക്കു പറഞ്ഞാൽ മാറുവാൻ ദൈവം നമ്മെ പോലെ മനുഷ്യനല്ല. നമ്മളാണ് സാഹചര്യമനുസരിച്ച് മാറ്റി മാറ്റി പറയുന്നത്. ദൈവത്തെ പോലും നാം മാറ്റി മാറ്റി ഉപയോഗിക്കും. സഭ മാറ്റി മാറ്റി ഉപയോഗിക്കും. കൂട്ടായ്മ മാറ്റി മാറ്റി ഉപയോഗിക്കും. അന്നേരത്തെ കാര്യസാധ്യത്തിന് എന്തും ചെയ്യും. പക്ഷേ നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ, ഉടമ്പടിയെ ഓർക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും ഉപേക്ഷിക്കാതെ ചേർത്തു പിടിക്കുന്ന ദൈവമാ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ദൈവം എവിടെയുണ്ട്? ഞാൻ നിങ്ങൾ പിന്മാറിപ്പോയിട്ടും വിട്ടുകളഞ്ഞു പോയിട്ടും അന്യാരാധനയിലും വിഗ്രഹാരാധനയിലും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടും ഞാൻ നിങ്ങളും മടങ്ങി വന്നപ്പോൾ, ഒരു ക്ലേശമുണ്ടായപ്പോൾ, വേദന വന്നപ്പോൾ, നിലവിളിച്ചടുത്തു വന്നപ്പോൾ തള്ളിക്കളഞ്ഞ ദൈവമല്ല, കുത്തി നോവിച്ച ദൈവമല്ല. നീ എന്നെ വിട്ട് പോയിട്ട് നിനക്ക് അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് പറഞ്ഞ് മുറിവേൽ കുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മറിച്ച് ഉപേക്ഷിക്കാതെ സ്വീകരിക്കുന്ന ദൈവമാ. പ്രിയ ദൈവജനമേ, കഴിഞ്ഞ ചില നാളുകളായി ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? വേദപുസ്തകം വായിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ആരാധന കൂടുന്നതിൽ, വ്യക്തിപരമായ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുന്നതിൽ നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഉപവസിക്കാമെന്നും സുവിശേഷ വേലയിൽ പങ്കാളികളാകാമെന്നും എന്റെ സമയവും കഴിവും ഭവനവും താലന്തും ആരോഗ്യവും പണവും ഒക്കെ ഞാൻ ദൈവനാമത്തിന് ഉപയോഗിക്കുമെന്നൊക്കെ ആരും പറയാതെ പുതുവർഷത്തിലേക്ക് കയറിയ വാച്ച് നൈറ്റ് സർവീസിൽ, പുതുവർഷ ആരാധനയിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ട് പിന്മാറി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇതാ മടങ്ങി വരാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം ആഹ്വാനം ചെയ്യുന്നു. മടങ്ങി വന്നാൽ ഉപേക്ഷിക്കാതെ സ്വീകരിക്കുന്ന ഒരു ദൈവം, കരുതുന്ന ഒരു ദൈവം, പിതാക്കന്മാരോട് പറഞ്ഞ ഉടമ്പടി കൃത്യമായി പാലിക്കുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. കുറവുകളെയും പോരായ്മകളെയും ഏൽപ്പിക്കാം, ബലഹീനതകളെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ അത് എന്തുമായിക്കൊള്ളട്ടെ, എത്ര പഴകിയതായിക്കൊള്ളട്ടെ, എത്ര സങ്കീർണമായിക്കൊള്ളട്ടെ, ആരെല്ലാം തള്ളിക്കളഞ്ഞതായിക്കൊള്ളട്ടെ, തമ്പുരാൻ സ്വീകരിക്കുവാൻ മതിയായവനാണ്, തയ്യാറാണ്, ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ, ശ്രോതാക്കളായ നിങ്ങളെ ഓരോരുത്തരെയും ചേർത്തു പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കരുതുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി നമ്മിൽ കൂടെ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ സ്വീകരിപ്പാൻ കർത്താവും സദാ സന്നദ്ധനാണ്. ആകയാൽ ഇന്ന് പകൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. നമ്മെ ഉപേക്ഷിക്കാതെ സ്വീകരിക്കുകയും മറന്നുകളയാതെ തള്ളിക്കളയാതെ നമ്മളെ ചേർത്ത് നിർത്തി പിതാക്കന്മാരോട് ഉടമ്പടി ചെയ്തത് നമ്മിൽ കൂടെ നിറവേറ്റി നമ്മെ, നമ്മുടെ തലമുറകളെയും അനുഗ്രഹിച്ച് നാം കടന്നു പോകുന്ന വേദനകളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും നമ്മെ വിമോചിച്ച് ദൈവകൃപയോടെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ മാസത്തിന്റെ 4-ാമത്തെയും അവസാനത്തെയും ശനിയാഴ്ച കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയല്ലോ. അപ്പൊ അങ്ങയിൽ നിന്ന് നന്മകൾ അനുഭവിക്കുകയും എല്ലാ കൃപകളും വിടുതലുകളും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ട് അങ്ങയെ മറന്നുപോയത്, അങ്ങയെ വിട്ടുപോയത്, പിന്മാറിപ്പോയത് ഒരു വലിയ തെറ്റാണെന്നും പാപമാണെന്നും കുറവാണെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ആ കുറവ് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് ഇതാ ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കുന്ന ദൈവമാ, ഉപേക്ഷിക്കാതെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന ദൈവമാ. ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ ഉടമ്പടി, ചെയ്ത നിയമം ഞങ്ങളെ കൂടെ നിറവേറ്റുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഇന്ന്
ദൈവസ്ഥനെ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഈ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ദൈവകൃപകൾ കൊണ്ട് പൊതിയണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെ ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ വീഴ്ചകൾ, കുറവുകൾ, പോരായ്മകൾ ജീവിതത്തിൽ സമ്മതിച്ച് മടങ്ങി വന്നാൽ ഉപേക്ഷിക്കാതെ സ്വീകരിക്കുന്ന ഒരു ദൈവം, മറന്നുകളയാതെ തള്ളിക്കളയാതെ കൂടെ കൂട്ടുന്ന ഈ ദൈവം, നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയെ ഓർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, ഇന്ന് നാം കടന്നു പോകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് പരിപൂർണമായി നമ്മെ വിമോചിപ്പിച്ച് വിടുതലോടെ അനുഗ്രഹത്തോടെ നടത്തുവാൻ ഈ ദൈവം മതിയായ ദൈവമാ. ആകയാൽ പരിപൂർണമായി സമർപ്പിച്ച് ദൈവകൃപയോടെ മുന്നേറാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.